മാക്സിമം രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. 70-30 എന്നുള്ള രീതിയിലാണ് അല്ലെ. മാർച്ച് 10-നും മാർച്ച് 12 ആ ഒരു ടൈമിലാണ്. അതിനേക്കാളും മുന്നേ ആയിട്ട് വന്നു കഴിഞ്ഞു ഡേറ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നമ്മുടെ RRB ഫാർമസി എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. സോ ഇനി അധികം ദിവസമൊന്നുമില്ല. RRB എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ സിൻസിയർ ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും എഫേർട്ട്, എല്ലാവരും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു ടാലന്റ് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി മാക്സിമം രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നല്ല രീതിക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുള്ളൂ. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി അധികം സമയമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ, ഏതൊക്കെയാണ് കുറച്ച് വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളത്, അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് ഏറ്റവും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സബ്ജക്ട്സിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ച് ഇനി എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം ഫാർമസി ടോപ്പിക്സ് മാത്രമല്ല അല്ലെ, നോൺ ഫാർമ ടോപ്പിക്സും ഉണ്ട്. 70-30 എന്നുള്ള രീതിയിലാണ് അല്ലെ. നമ്മുടെ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 70 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു 70 ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം ഏതൊക്കെ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. സോ അത് കൺസിഡർ ചെയ്ത് അങ്ങനെയുള്ള സബ്ജക്ട്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ബാക്കി ഒരു 30 ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ജനറൽ ആണല്ലേ, നോൺ ഫാർമ ടോപ്പിക്സ് ആണ്. ജനറൽ അവയർനെസ്സും ജനറൽ റീസണിങ്ങും അരിത്തമെറ്റിക്കും അതുപോലെ ജനറൽ സയൻസ് ഒക്കെയാണ്. സോ അതും എന്തായാലും നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ച് ഒന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെയും സ്കോർ ചെയ്യാൻ പറ്റും. നല്ലൊരു സാലറി സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റ് ആണ്, നമ്മൾ ധാരാളം അലവൻസസ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ്. സോ ഇനി അധികം സമയം കളയാനൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നല്ല കാലിബർ ഉള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മുടെ എല്ലാ ലൈവ് സെഷൻസിലും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലൊക്കെ നമുക്കറിയാം നിങ്ങൾ എത്ര എനർജറ്റിക് ആയിട്ടാണ്, എത്ര സ്പീഡിലാണ് ആൻസേഴ്സ് ഒക്കെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഇതുവരെയും കഴിഞ്ഞ എക്സാംസ് ഒക്കെ അതിലിപ്പം മാർക്ക് കുറവാണെങ്കിലും സാരമൊന്നുമില്ല. ഇനി നമ്മുടെ മുന്നിൽ എക്സാംസ് ഉണ്ട്. സോ ഈ ഒരു എക്സാം വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. സോ വൺസ് അഗെയിൻ വെൽക്കമിങ് യു ഓൾ ടു ദിസ് സെഷൻ. അപ്പോൾ ഇന്നലെ നമ്മുടെ RRB സൈറ്റിൽ വന്നു കഴിഞ്ഞു എക്സാം ഡേറ്റ്. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നമ്പർ അനുസരിച്ച്, കാറ്റഗറി നമ്പർ അനുസരിച്ച് നമ്മുടെ എക്സാം ഡേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് മാർച്ച് 10-നും മാർച്ച് 12 ആ ഒരു ടൈമിലാണ്. 10th മാർച്ച് ടു 12th മാർച്ച് ആ ഒരു ടൈമിലാണ് എക്സാം വരുന്നത്. അപ്പൊ ഇനി എന്താണ് കുറച്ച് ദിവസങ്ങൾ കൂടി, ജനുവരി ആയി, ഇനി ഒരു ഫെബ്രുവരി, അത് കഴിഞ്ഞ മാർച്ച് ആയി. മാർച്ച് തുടക്കത്തിൽ തന്നെയാണ്, ഫസ്റ്റ് വീക്ക് തന്നെയാണ് എക്സാം എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സമയമൊന്നുമില്ല, അതിനി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. നമ്മളൊരു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു മെയ് സ്റ്റാർട്ടിങ്ങോട് കൂടിയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനേക്കാളും മുന്നേ ആയിട്ട് വന്നു കഴിഞ്ഞു ഡേറ്റ്. സോ ഇനി നല്ല സീരിയസ് ആയിട്ട്, സിൻസിയർ ആയിട്ട്, ആത്മാർത്ഥതയോടുകൂടി തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ RRB ഫാർമസിസ്റ്റ് ക്രാഷ് ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ടോപ്പിക്സിന്റെ കീഴിലായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും, ഇനി നമ്മൾ ഇനിയുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മളൊന്ന് ഫെമിലിയറൈസ് ആവണം. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ അതിന് ധാരാളം റിവിഷൻസിന്റെ ഒരു ആവശ്യം ഉണ്ട്. സോ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പൊ നമ്മളതിനെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് ഈ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. സോ എല്ലാവർക്കും നല്ല രീതിക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റട്ടെ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.